ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പാല് പോലത്തെ കളറിലിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ചൂട് സമയത്ത് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 നാരങ്ങയാണ്. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരെണ്ണം വലുതും 1 ചെറുതുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ 2 നാരങ്ങയും ഇതുപോലെ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലെ കുരുകളെല്ലാം എടുത്തു മാറ്റണം. കുരുവോടുകൂടി നമ്മൾ ഈ ഒരു നാരങ്ങ ജ്യൂസ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജ്യൂസിന് ഒരു കയ്പ്പ് രസമായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് എടുത്തു മാറ്റുന്നുണ്ട്. ഇത് മുഴുവനും ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുമ്പോഴാണ്. ഇത് സ്കിപ്പ് ചെയ്യരുത്. 1/2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് ഞാൻ ഇതുപോലെ 2 കഷ്ണമായിട്ട് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കണം. ഈ ഒരു ജ്യൂസിന് നല്ലൊരു മണം കിട്ടാനാണ് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 1/2 കപ്പ് അളവിൽ ഐസ് ക്യൂബോട് കൂടിയിട്ടുള്ള തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല പതയായിട്ട് വരുന്ന ആ ഒരു ടൈമിൽ വേണം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു തവണ മാത്രമേ ഇത് അടിച്ചെടുക്കാവുള്ളൂ. വീണ്ടും അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കയ്പ്പ് രസം ഇറങ്ങും. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒത്തിരി ജ്യൂസൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൻ്റെ പരുവം നോക്കിയിട്ട് അതിൻ്റെ പുളിക്കനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മധുരവും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നമുക്കിതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ജാറിൽ ഒരു 1/2 ജാറ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ വക്കൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ പഞ്ചസാര വക്കിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊന്ന് കറക്കി എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഗ്ലാസ്സിലും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പാല് പോലത്തെ ഒരു അടിപൊളി നാരങ്ങ വെള്ളം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു തവണ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെള്ളമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.